വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ഒരു ഫോട്ടോ നിങ്ങളൊന്ന് നോക്കുക. ഇതിലുള്ളത് ഒരു കോളേജ് പ്രൊഫസറും ആ പ്രൊഫസർ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമാണ്. സ്വന്തം ജീവിതം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല, മറ്റ് ഏതൊരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നതിനു വേണ്ടി ഈ വിദ്യാർത്ഥി അറിഞ്ഞുകൊണ്ട് തന്നെ ഫോട്ടോ പുറത്തുവിടുന്നു. അവസാനം ആ കോളേജ് പ്രൊഫസറെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നു. ഈ കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. സത്യത്തിൽ ആ പെൺകുട്ടി ആരാണ്? ആ പെൺകുട്ടിക്ക് അവിടെ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഉത്തർപ്രദേശിലെ ഹമൻപൂർ, അവിടെ വളരെ പാവപ്പെട്ട ഒരു കുടുംബം. ആ വീട്ടിൽ മൊത്തം 6 പെൺമക്കൾ. ആ 6 പെൺമക്കളെയും അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്നു. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേരാണ് പ്രീതി. യഥാർത്ഥ പേരല്ല, യഥാർത്ഥ പേര് എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് പ്രീതി എന്ന് തന്നെ വിളിക്കാം. വളരെ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി. വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മക്കളെങ്കിലും നന്നായി പഠിപ്പിക്കണം എന്നാഗ്രഹിച്ച മാതാപിതാക്കൾ 6 മക്കളെയും നന്നായി തന്നെ പഠിപ്പിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ മൂത്ത മകൾ പ്രീതിയുടെ ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാളുമായി പ്രണയത്തിലാകുന്നു. ഇക്കാര്യം വീട്ടുകാർ അറിയുന്നു. അവസാനം അവർക്ക് വിവാഹം കഴിപ്പിച്ചയച്ചു. ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി പ്രീതി നന്നായി പഠിക്കുകയാണ്, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ട്. പഠിച്ച് ഒരു ഡോക്ടർ ആകണമെന്നുള്ളതാണ് അവളുടെ ആഗ്രഹം. നീറ്റിന് ശ്രമിച്ചു, പക്ഷെ കുറഞ്ഞ മാർക്ക് വാങ്ങിയത് കൊണ്ട് ഗവൺമെന്റ് കോട്ട ലഭിക്കുന്നില്ല. ഇനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും അവളുടെ വീട്ടിൽ പണമില്ല. പ്രീതിയുടെ മാതാപിതാക്കൾ ചെയ്തത് മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതുപോലെ ഇളയ മകളെയും വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചു. പണമില്ല, ഇത് മാത്രമേ ഉള്ളൂ ഒരു വഴിയെന്ന് തീരുമാനിച്ചു. പക്ഷേ പ്രീതി അതിന് സമ്മതിച്ചില്ല. എനിക്ക് പഠിച്ചേ മതിയാകൂ എന്ന് വാശി കാണിച്ചു. മകൾ അത്രയേറെ വാശി കാണിക്കുന്നത് കൊണ്ട് ആ മാതാപിതാക്കളും സമ്മതിച്ചു. പക്ഷെ ഇനി നീ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും പ്രണയിക്കുകയോ അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ പഠിത്തമെല്ലാം അവസാനിപ്പിച്ച് നിന്നെയും കല്യാണം കഴിപ്പിച്ചയക്കും എന്ന് വീട്ടുകാർ പറഞ്ഞു. പ്രീതിയും അതിന് സമ്മതിക്കുന്നു. +2 നല്ല മാർക്കുണ്ട്. അതുകൊണ്ട് അധികം ഫീസ് ഒന്നും ഇല്ലാത്ത ഒരു ഗവൺമെന്റ് കോളേജ് അവൾ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഹത്രാസിലെ സേത് ഫൂൽ ചന്ദ് ബംഗ്ല എന്ന ഒരു PG കോളേജ്. അവിടെ അവൾക്ക് സീറ്റിനായി ശ്രമിച്ചു. അങ്ങനെ അവൾക്ക് അവിടെ സീറ്റും കിട്ടി. ആ കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ കോളേജിനും അവളുടെ വീടിനും ഇടയിൽ ഒരു 50 കിലോമീറ്റർ ദൂരമുണ്ട്. ദിവസവും വീട്ടിൽ വന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ട് കോളേജ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ തുടങ്ങി. അവളുള്ള അതേ മുറിയിൽ ഗായത്രി എന്ന മറ്റൊരു പെൺകുട്ടിയുമുണ്ട്. ഗായത്രി, പ്രീതി രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ വളരെ പെട്ടെന്നൊരു സൗഹൃദം ഉണ്ടായി. എവിടെ പോയാലും ഒരുമിച്ച് പോവുക, ഒരുമിച്ചിരുന്ന് പഠിക്കുക, നല്ല സുഹൃത്തുക്കളായി മാറി. എന്നാൽ ഗായത്രി പ്രീതിയെ പോലെ അത്ര നന്നായി പഠിക്കില്ല, ഒരു ആവറേജ് സ്റ്റുഡൻറ്. അതേ കോളേജിലാണ് ജിയോഗ്രഫി പഠിപ്പിക്കുന്ന 54 വയസ്സുള്ള രജനീഷ് എന്ന ഒരു പ്രൊഫസർ ഉള്ളത്. അയാൾ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും. ആ കോളേജിൽ അയാളെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല. ആ കോളേജ് മുഴുവനും നല്ലൊരു പേര് സമ്പാദിച്ച വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. പ്രീതിയെയും അയാൾ പഠിപ്പിക്കുന്നു. അയാൾ പഠിപ്പിക്കുന്നത് പ്രീതിക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അയാളെ ചെന്ന് കാണുകയും സംസാരിച്ച് തൻ്റെ എല്ലാ സംശയങ്ങളും അവൾ ക്ലിയർ ചെയ്തു പോയി. ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഇന്റേണൽ എക്സാം വന്നു. ആ ഒരു പരീക്ഷയിൽ പ്രീതിക്ക് വളരെ കുറഞ്ഞ മാർക്ക് മാത്രമേ ലഭിച്ചിട്ടു. അവൾ ഫെയിലായി. പക്ഷെ പ്രീതിക്ക് അത് വലിയ ഞെട്ടലായിരുന്നു ഉണ്ടായത്. കാരണം അവൾ എല്ലാം ശരി ഉത്തരം നൽകി, ജയിക്കുമെന്നവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഉത്തരമെല്ലാം അറിഞ്ഞുകൊണ്ട് ആരോ തെറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അതേസമയം റൂംമേറ്റായി ഗായത്രിക്ക് നല്ല മാർക്കും ലഭിച്ചു. ഇതറിഞ്ഞ പ്രീതിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ഗായത്രി അത്ര നന്നായി പഠിക്കില്ല, ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അവൾക്ക് മാർക്ക് ലഭിക്കും, പക്ഷെ ഇപ്പോൾ ലഭിച്ച മാർക്ക് ഒരിക്കലും അവളെ കൊണ്ട് സ്വന്തമായി നേടാൻ കഴിയാത്തതാണ്. ഇത് പ്രീതിക്ക് എന്തോ ഒരു സംശയത്തിന് കാരണമായി. ശരി, എന്തായാലും അടുത്ത എക്സാമിന് നോക്കാമെന്ന് കരുതി അതങ്ങനെ വിട്ടു. അതുപോലെ കോളേജില്ലാത്ത ഞായറാഴ്ചയിലോ മറ്റേതെങ്കിലും ദിവസങ്ങളിലോ ഷോപ്പിങ്ങിന് പോകുന്നത് പതിവായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഷോപ്പിങ്ങിന് പോകാനായി പ്രീതി ഗായത്രിയെ വിളിച്ചു. ഇതിന് ഗായത്രി, ഇല്ല, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, പുറത്തു പോകണം എന്ന് പറഞ്ഞു. പ്രീതി മറ്റൊന്നും ചിന്തിക്കാതെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയി. തനിക്ക് ആവശ്യമായ വസ്തുക്കളെല്ലാം വാങ്ങി തിരികെ തന്റെ റൂമിലേക്ക് വരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ അവളുടെ റൂംമേറ്റായ ഗായത്രി ഈ ജിയോഗ്രഫി പഠിപ്പിക്കുന്ന രജനീഷ് എന്ന സാറുമായി ബൈക്കിൽ ഒരുമിച്ച് പോകുന്നത് കാണുന്നു. അത് കണ്ടപ്പോൾ പ്രീതിക്കൊന്നും മനസ്സിലായില്ല. ഇവൾ എന്തോ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷെ ഇപ്പോൾ സാറുമായിട്ട് പോവുകയല്ലേ, ഇവരെവിടേക്കായിരിക്കും പോയിന്നത്? ഇങ്ങനെ മനസ്സിലവൾക്ക് പല ചോദ്യം വന്നു. എങ്കിൽ പോലും അവൾ അപ്പോൾ റിയാക്ട് ചെയ്തില്ല.
എന്നിട്ട് തിരികെ മുറിയിലേക്ക് വന്നു. ഗായത്രിയും വന്നപ്പോൾ ഇതിനെക്കുറിച്ച് അവളോട് ചോദിച്ചു. നിങ്ങൾ രണ്ടുപേരും എവിടെയാണ് പോയതെന്ന് ഗായത്രിയോട് ചോദിക്കുമ്പോൾ, ഇല്ലല്ലോ, ഞാനും പ്രൊഫസറുമായി പോയെന്നോ? ഇല്ലല്ലോ, പ്രൊഫസറെ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. എൻ്റെ അച്ഛനും അമ്മയും ഇന്ന് വന്നിരുന്നു, ഞാൻ അവരെ കാണാനാണ് പോയത്. ഒരുപക്ഷെ നീ മറ്റാരെയെങ്കിലും കണ്ടിട്ടായിരിക്കാം ഇങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഗായത്രി ആ വിഷയത്തെ മാറ്റാൻ ശ്രമിച്ചു. പ്രീതിയും ചിന്തിച്ചത് ശരിയായിരിക്കാം, ഞാൻ മറ്റാരെയെങ്കിലും കണ്ടതായിരിക്കാം, എനിക്ക് മാറിപ്പോയതായിരിക്കാം എന്ന് കരുതി അവളും അങ്ങനെ വിട്ടു. ദിവസവും ഇങ്ങനെ കടന്നുപോയി. ആദ്യ സെമസ്റ്റർ വരുന്നു. നടന്ന എല്ലാ പരീക്ഷയിലും അവൾ നന്നായി തന്നെ എഴുതി. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾ ഫെയിലായി. ഇപ്പോൾ പേപ്പർ കണ്ട് പ്രീതി തന്നെ ഷോക്കായി. രജനീഷ് സാർ തന്നെ അറിഞ്ഞുകൊണ്ട് ഫെയിലാക്കിയെന്ന് ആ പേപ്പർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവൾ ആ പേപ്പറും എടുത്തുകൊണ്ട് നേരെ അയാളുടെ ക്യാബിനിലേക്ക് പോയി. ഞാൻ എഴുതിയ ഉത്തരമെല്ലാം ശരിയാണ്, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്നെ ഫെയിലാക്കി. ഞാൻ റീവാലുവേഷൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് എന്നും പറഞ്ഞു. ഇപ്പോൾ ഈ രാജ് എന്ന പ്രൊഫസർ, നീ എഴുതിയ ഉത്തരം എല്ലാം തന്നെ തെറ്റാണ്, എത്ര തവണ ഇനി റിവാലുവേഷൻ അപ്ലൈ ചെയ്താലും എല്ലാ തവണയും ഞാൻ നിന്നെ ഫെയിലാക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ പ്രീതിക്ക് ഒന്നും തന്നെ പറയാൻ സാധിച്ചില്ല. അവളുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങി. സ്വന്തം മുറിയിലേക്ക് തന്നെ അവൾ പോയി. ആദ്യ സെമസ്റ്ററിൽ തന്നെ ഫെയിലായ കാര്യം വീട്ടുകാർ അറിയുകയാണെങ്കിൽ തീർച്ചയായും പഠനമെല്ലാം അവസാനിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചയക്കും. ജീവിതം അതോടുകൂടി അവസാനിച്ചു എന്ന് അവൾ ദുഃഖിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ സാറിൻ്റെ കൈകാലിൽ വീണിട്ടാണെങ്കിലും റിവാലുവേഷൻ അപ്ലൈ ചെയ്യണം, ആ ഒരു പേപ്പർ ക്ലിയർ ചെയ്യണമെന്ന് അവൾ ചിന്തിച്ചു. അടുത്ത ദിവസം നേരിട്ട് ആ രാജ് എന്ന സാറിൻ്റെ ക്യാബിനിലേക്ക് പോകുന്നു. സാർ, ഞാൻ എഴുതിയ എല്ലാ ആൻസറും ശരി തന്നെയാണ്, ദയവ് ചെയ്ത് ഈ പേപ്പർ ക്ലിയർ ചെയ്ത് എന്നെ പാസ്സാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇതൊരു വലിയ പ്രശ്നമാകും, എൻ്റെ ജീവിതം തന്നെ അവിടെ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറും, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം എന്ന് അവളൊരു വാക്ക് പറഞ്ഞു. അത് പറഞ്ഞവൾ കരയുകയായിരുന്നു. ഇത് കേട്ട രാജ് ആ ഒരു സാഹചര്യം തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. ശരി, നീ ഇപ്പോൾ ക്ലാസ്സിൽ പോ, ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പ്രീതിയുടെ അന്നത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് അവൾ നേരെ സാറിനെ കാണാനായി അയാളുടെ ക്യാബിനിലേക്ക് പോയി. അങ്ങനെ ക്യാബിനിൽ കയറിയ ഉടനെ ഈ രാജ് എന്ന പ്രൊഫസർ ഉടൻ ആ മുറിയുടെ വാതിലടച്ചു. എന്നിട്ട് പ്രീതിയുടെ അടുത്ത് ചെന്ന് അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടാൻ തുടങ്ങി. നീ പരീക്ഷയ്ക്ക് പാസ്സാകണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നീ നിറവേറ്റണം, ഒരേ ഒരു തവണ മാത്രം മതി, ആ ഒരു തവണ ചെയ്താൽ മാത്രം മതി, പിന്നെ നീ പരീക്ഷയ്ക്ക് പാസ്സാകും, നീ ആഗ്രഹിക്കുന്നതിലും അധികം മാർക്ക് നിനക്ക് ഞാൻ നൽകും. ഇനി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നീ എഴുതുന്ന എല്ലാ പരീക്ഷയിലും നീ ഫെയിലാകും. ഈ ജന്മത്തിൽ നിന്നെ കൊണ്ട് ഈ പേപ്പർ ക്ലിയർ ചെയ്യാനേ സാധിക്കില്ല, ആ ഒരു അവസ്ഥയിൽ നിന്നെ എത്തിക്കുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. പ്രീതിക്ക് കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെ നിന്നും ഓടിപ്പോകണോ, അയാളുടെ കാലിൽ വീണ് കരയണോ, എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ രണ്ട് കൈകളും കൂപ്പി, ദയവ് ചെയ്ത് എന്നെ വെറുതെ വിടണം, ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടി അല്ല എന്ന് പറഞ്ഞ് അയാളോട് യാചിച്ചു നോക്കി. പക്ഷെ ഈ രാജ് എന്ന മൃഗം എന്ന് പറയുന്നത് ശരിയാണെന്ന് പോലും അറിയില്ല. മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ലല്ലോ. അയാൾ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇപ്പോൾ പ്രീതിക്ക് മറ്റു മാർഗമില്ല. പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ വീട്ടുകാർ എന്ത് ചെയ്യും എന്നറിയാം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇല്ല എന്ന് കരുതി ആ പാവം പെൺകുട്ടി ഒരു തവണയല്ലേ എന്തെങ്കിലും ചെയ്യാം എന്ന് കരുതി അയാൾ പറഞ്ഞതിനെല്ലാം അവൾ ശരിവെച്ചു. പ്രീതി അറിയാതെ ഈ കാര്യങ്ങളെല്ലാം ആ പ്രൊഫസർ അയാളുടെ പെൻ ക്യാമറ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം അവസാനിച്ചതിന് ശേഷം പ്രീതിയോട്, എല്ലാം ശരിയായി, നീ ഇനി പരീക്ഷയിൽ പാസ്സാകും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും അയക്കുന്നു. അവളും വല്ലാത്ത ദുഃഖത്തോടുകൂടി കരഞ്ഞുകൊണ്ട് ആ ക്യാബിൻ വിട്ട് പുറത്തേക്കിറങ്ങി. എന്നാൽ അപ്പോഴും ഇനി യാതൊരു പ്രശ്നവും ഇല്ല, തന്നെ അയാൾ ശല്യം ചെയ്യില്ല എന്ന ഒരു ചെറിയ സമാധാനം അവൾക്കുണ്ടായിരുന്നു. അയാൾ പറഞ്ഞതനുസരിച്ച് അവൾക്ക് ഒരുപാട് മാർക്കും നൽകി അവളെ പാസ്സാക്കി. പ്രീതി ടോപ്പിലെത്തി. എല്ലാം അവസാനിച്ചു എന്ന് സമാധാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവളുടെ ഫോണിൽ വാട്സപ്പിൽ ഈ രാജ് എന്ന പ്രൊഫസറുടെ നമ്പറിൽ നിന്നും ഒരു വീഡിയോ പോകുന്നു. അത് എന്താണെന്നറിയാനായി അവൾ ആ വീഡിയോ പ്ലേ ചെയ്തു. നോക്കിയപ്പോൾ ആ പ്രൊഫസറുമായി അവൾ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് കണ്ടപ്പോൾ അവൾ തന്നെ ഭയപ്പെട്ടു പോയി. അവളുടെ കൈയും കാലും വിറച്ചു. പെട്ടെന്ന് തന്നെ ആ പ്രൊഫസർക്ക് ഫോൺ ചെയ്ത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, ഇങ്ങനൊരു വീഡിയോ നിങ്ങൾ എപ്പോഴാണ് എടുത്തത്, വീഡിയോ പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന് അവൾ ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ സമയം രാജ് യാതൊരു കരുണയും മനുഷ്യത്വവും ഇല്ലാതെ പറഞ്ഞത്, ഞാൻ ചോദിക്കുമ്പോഴെല്ലാം, ഞാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം നീ എൻ്റെ കൂടെ വരണം, ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ അയക്കും, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യും, അവസാനം കോളേജിൽ നിനക്ക് തല പൊക്കി നടക്കാനേ സാധിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് പ്രീതിക്ക് കരയാനല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നിയില്ല. എങ്കിൽ പോലും അവൾ എന്തൊക്കെയോ പറഞ്ഞു നോക്കി. പക്ഷേ അയാൾ കേൾക്കാൻ തയ്യാറായില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല, ആരോട് ഇതിനെക്കുറിച്ച് പറയണമെന്നും അറിയില്ല. അതുകൊണ്ട് അയാൾ വിളിക്കുമ്പോഴെല്ലാം അവൾ അയാളുടെ ക്യാബിനിലേക്ക് പോയി വന്നു. ഇങ്ങനെ 1 വർഷം പോകുന്നു.
ഈ ഒരു വർഷം അവൾ അനുഭവിച്ച ടോർച്ചറുകൾക്ക് കയ്യും കണക്കുമില്ല. അതേസമയം പ്രീതി രാജിന്റെ ക്യാബിനിലേക്ക് ഇടയ്ക്കിടെ പോയി വരുന്നത് ഗായത്രിയും ശ്രദ്ധിച്ചിരുന്നു. എന്തിനാണ് അവൾ ഇടയ്ക്കിടെ അവിടെ പോയി വരുന്നത് എന്ന് ഗായത്രിക്കും അറിയാം. കാരണം ഇതേ സാഹചര്യത്തിലായിരുന്നു ഗായത്രിയും കടന്നു പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം മുറിയിലെത്തിയപ്പോൾ പ്രീതിയോട് ഗായത്രി തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാൻ തുടങ്ങി. ഈ രാജ് എന്ന പ്രൊഫസർ നിന്നെയോ എന്നെയോ മാത്രമല്ല ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അയാളുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ പുറത്തറിഞ്ഞാൽ ജീവിതം നഷ്ടമാകും, വിദ്യാഭ്യാസം നഷ്ടമാകും, ഒരിക്കലും പാസ്സാകാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പല കുട്ടികളും അത് പുറത്തു പറയാത്തത്. ഞാൻ പോലും ഇത് അനുകൂലമായി ഉപയോഗിച്ച് അവൻ ഒരുപാട് പെൺകുട്ടികളെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തുടരുന്നുണ്ടെന്നും പറഞ്ഞ് ഗായത്രി കരയാൻ തുടങ്ങി. ഇപ്പോഴാണ് പ്രീതിക്ക് മനസ്സിലായത് ഇയാളുടെ വലയിൽ കുടുങ്ങിയത് ഞാൻ മാത്രം അല്ല, മറ്റൊരുപാട് പെൺകുട്ടികൾ, തന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം അവൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നവൾക്ക് മനസ്സിലായി. ഇനി തന്നെപ്പോലെ ഒരു പെൺകുട്ടികളും ഈ അവസ്ഥയിൽ കഷ്ടപ്പെടാൻ പാടില്ല. നിയമത്തിന് മുൻപിൽ ഇയാളെ കൊണ്ടുവരണം. കോളേജിന് മുൻപിൽ ഇയാളുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടണം എന്ന് പ്രീതി തീരുമാനിച്ചു. കോളേജ് മാനേജ്മെന്റിന് കംപ്ലൈന്റ് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അവൾക്കൊരു സത്യം മനസ്സിലാകുന്നത്. അയാളുടെ പേരിൽ ഇതിനകം ഒരുപാട് കേസുണ്ട്. പല പെൺകുട്ടികളും അയാളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോളേജ് മാനേജ്മെന്റ് യാതൊരു ആക്ഷനും എടുത്തില്ല. അപ്പോൾ പിന്നെ കോളേജ് മാനേജ്മെന്റിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലാക്കിയ പ്രീതി നേരിട്ട് ആ ജില്ലാ കളക്ടർക്ക് ഒരു ലെറ്റർ അയക്കാൻ തീരുമാനിച്ചു. തൻ്റെ പേര്, തൻ്റെ മുഖം, ഇതൊക്കെ ഈ സൊസൈറ്റി അറിയുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. മറ്റുള്ള പെൺകുട്ടികൾ രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്ന ചിന്തയോടുകൂടി ജില്ലാ കളക്ടർക്ക് അവൾ ഒരു ലെറ്റർ എഴുതി. തൻ്റെ സ്ഥലം, പേര്, ഫോൺ നമ്പർ, പഠിക്കുന്ന സ്ഥലം, ഈ കുറ്റക്കാരൻ ആരാണ്, ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അവൾ ആ ലെറ്ററിൽ എഴുതി. തനിക്കും ഇതേ അവസ്ഥയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും നീതി ലഭിക്കണം. ഇനി ഈയൊരു ദുഃഖത്തിലൂടെ ഏതൊരു പെൺകുട്ടികളും കടന്നു പോകാൻ പാടില്ല. ശരിയായ നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൾ ആ ലെറ്റർ എഴുതി കളക്ടർക്ക് അയച്ചു. അങ്ങനെ ആ ലെറ്റർ അയച്ചതിനു ശേഷം അതിനൊരു പ്രതികരണം ലഭിക്കാനായി കാത്തിരുന്നു. ആ രാജിനെ എപ്പോൾ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും ആ ഒരു ദിവസത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു. ഒരു ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. ഒരുപക്ഷെ ലെറ്റർ അവർക്ക് കിട്ടിക്കാണില്ലേ. ഇനി ലെറ്റർ കിട്ടിയിട്ടും അവർ തുറന്ന് വായിച്ചിട്ടുണ്ടാകില്ലേ. ഇനി വായിച്ചിട്ടും ഒരു പക്ഷെ ആക്ഷൻ എടുക്കാതിരിക്കുന്നതാണോ? ഇങ്ങനെ പല ചിന്തകൾ അവളുടെ മനസ്സിൽ വന്ന് അവൾക്ക് വല്ലാത്ത ദുഃഖം തോന്നി. അങ്ങനെ ഒരു 3 ആഴ്ച കഴിഞ്ഞ് രാജിന്റെ ക്യാബിനിലേക്ക് ഒരു വലിയ പോലീസ് സേന തന്നെ പോകുന്നു. അയാളെ ചെന്ന് എല്ലാവരുടെ മുൻപിലും വെച്ച് അയാൾ അറസ്റ്റ് ചെയ്തു. അയാളുടെ ഫോൺ പിടിച്ചെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നോക്കുമ്പോൾ ഒരു 18-ലധികം പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നതും ഇതിനു മുൻപ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രൈവറ്റ് വീഡിയോസ് ആയിരുന്നു. ആ പെൺകുട്ടികളെ എല്ലാം ഒരേ രീതിയിലാണ് ഇവൻ പ്രയോജനപ്പെടുത്തിയത്. കാണാൻ സുന്ദരിയായ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുകയും എല്ലാവരെയും ആദ്യം പരീക്ഷയിൽ പരാജയപ്പെടുത്തും. പരീക്ഷയ്ക്ക് പാസ്സാകണം, നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതെല്ലാം നീ ചെയ്യണം എന്ന് ഒരേ രീതിയിലായിരുന്നു എല്ലാ പെൺകുട്ടികളെയും ഭീഷണിപ്പെടുത്തി അവരെ തൻ്റെ വലയിൽ കുടുക്കിയത്. ഫോണിൽ ഒരു 18 പെൺകുട്ടികളുടെ വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൽ ഇല്ലാത്തതും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അറിയാവുന്നത് 18 പെൺകുട്ടികളുടെ കാര്യം മാത്രമാണ്. അറിയാത്തവ എത്രയാണെന്ന് പോലും അറിയില്ല. രാജുവിനെ അറസ്റ്റ് ചെയ്ത് നേരിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ ഒരു ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ 15 വർഷമായി ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളെ തൻ്റെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. അവരുടെ ജീവിതം ഇയാൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസിൻ്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 50-ലധികം പെൺകുട്ടികളെ ട്രാപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ ഫോണിലുള്ളത് വെറും 18 പെൺകുട്ടികളുടെ വീഡിയോസ് മാത്രമാണ്. പോലീസ് ഈ പെൺകുട്ടികൾ ആരാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ പുറത്തുവിട്ടില്ല. അങ്ങനെ ചെയ്താൽ ആ പെൺകുട്ടികളുടെ ജീവിതം ഇവൻ കാരണം ബാധിക്കപ്പെടുമെന്നുള്ളത് അവർക്കറിയാം. എങ്കിൽ പോലും 2025 മാർച്ച് മാസം 25-ാം തീയതി അന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് തെളിവുകളെല്ലാം ശേഖരിച്ച് കോടതിയിൽ അയാളെ ഹാജരാക്കി. ഈ ഒരു കേസ് ഇപ്പോഴും നടക്കുകയാണ്. പ്രീതിക്ക് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാൽ അയാൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമ്പോഴായിരിക്കും അവൾക്കൊരു പൂർണ്ണ സംതൃപ്തി ലഭിക്കുക. സമാധാനത്തോടുകൂടി അവൾക്ക് വീണ്ടും കോളേജിൽ പോയി പഠിക്കാനും അവളുടെ സ്വപ്നങ്ങൾക്ക് പുറകിൽ പറക്കാനും സാധിക്കും. പറഞ്ഞു വന്നാൽ തൻ്റെ ജീവിതം പോയാലും പ്രശ്നമില്ല എന്ന് കരുതി മറ്റൊരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് അവൾ രക്ഷിച്ചത്. ഇവിടെ ഈ കുട്ടികൾക്ക് പാഠം പഠിപ്പിക്കേണ്ട ഒരാൾ തന്നെ അവരുടെ ജീവിതത്തെ ഇങ്ങനെ ചിതറിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ ഒരു വിശ്വാസദ്രോഹമാണ്. ഇങ്ങനെ വിദ്യാഭ്യാസം നൽകേണ്ടവർ തന്നെ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുമ്പോൾ അത് സമൂഹത്തെ തന്നെ അസ്വസ്ഥമാക്കുന്ന ഒരു കുറ്റമായി മാറുകയാണ്. മാതൃകയാകേണ്ട സ്ഥാനത്ത് നിന്നും തെറ്റു ചെയ്യുമ്പോൾ അവിടെ സത്യവും ഈ മാന്യതയും ഒക്കെ നിസ്സാരമാക്കി കളയുകയാണ്. അതിനാൽ ഇങ്ങനെയുള്ളവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം. അങ്ങനെ ഒരു ശിക്ഷ നൽകുമ്പോൾ മാത്രമേ അത് മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒരു മുന്നറിയിപ്പായി മാറൂ. പ്രധാനമായും
ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവർക്ക്. സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ ധൈര്യമാണ് ഇന്ന് ഈ കേസിൽ നീതി ലഭിക്കാൻ തന്നെ കാരണം. അതാണ് മാറ്റത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു തുടക്കം. ഒരു പക്ഷെ ആ പെൺകുട്ടി ഭയന്ന് അങ്ങനെ നിന്നിരുന്നുവെന്നുണ്ടെങ്കിൽ അനീതിക്ക് നീണ്ടു പോകേണ്ട ഒരു അവസരം കൂടെ അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ അവിടെ സത്യസന്ധതയും ധൈര്യവുമാണ് അനീതിക്ക് ഒരു വിരാമമിട്ടത്. അവസാനമായി പറയാനുള്ളത്, ഇങ്ങനെയുള്ള അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവൻ, ചൂഷണം ചെയ്യുന്നവർക്ക് എത്ര കാലം മറവിലിരിക്കാൻ സാധിക്കും? എന്തായാലും ഒരു ദിവസം ഇവയെല്ലാം വെളിച്ചത്തിൽ വരും. അനീതിയെയും പീഡനത്തെയും സമൂഹം വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന കാലം കഴിയുമ്പോൾ ആ ഒരു പ്രകാശമേറിയ ദിവസം വരും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നുവെന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ കുടുംബത്തോടോ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലും പറയുക. തീർച്ചയായും നിങ്ങൾക്കായിട്ടുള്ള നീതി കാത്തിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.